നടുവെട്ടി എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു ടേമാണ്. ആസ് ഫാർ എസ് നമ്മൾ പണ്ട് പറയുന്ന ആൾക്കാർ പറയുന്നു ജസ്റ്റ് ഒരു ഹോട്ട് പാക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ കോൾഡ് അപ്ലൈ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്ക അങ്ങനത്തെ ഒരു കോമൺ ഹോംലി റെമഡീസ് അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്ന ചെറിയ കൈപ്രക്രിയകൾ ചെയ്യുമ്പോൾ മാറുന്നൊരു പെയിൻ മിക്കപ്പോഴും അതൊരു സാധാരണ ഒരു മസിൽ സ്പ്രെയിനും അതിലൊന്നും മാറാത്തത് ഒരു സീരിയസ് ബാക്ക് പെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അല്ലേ? ഏത് ബാക്ക് പെയിനും ഒരു 2-3 ആഴ്ചയിൽ കൂടുതൽ തുടർച്ചയായി നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിച്ചേ വരിക, അല്ലെങ്കിൽ കൂടുതലായി മസിലുകൾക്ക് ബലക്കുറവ് വരിക, നമുക്കൊരു സാധാരണ രീതിയിലുള്ള ചലനം പോസിബിൾ അല്ലാതിരിക്കുക, നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കപ്പെടുന്ന വേദനകൾ ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാകുക, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കും. അതേപോലെ അണ്ടർലൈങ് ഡിസീസ് ഉള്ളവർക്ക്, ഇപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ക്യാൻസർ ഹിസ്റ്ററി ഉള്ളവർ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, ഇവർക്ക് ഉണ്ടാകുന്ന പ്രതിരോധശക്തി കുറവുള്ള ആൾക്കാർക്ക്, വളരെ പ്രായം കൂടിയ ആൾക്കാർക്ക്, അവർക്ക് ചിലപ്പോൾ വളരെ പുറത്തോട്ടധികം ലക്ഷണങ്ങൾ കാണിച്ചെന്നിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മൾ കുറച്ചുകൂടെ ഈ പെയിൻ കൂടുതൽ ഗൗരവത്തിലെടുക്കേണ്ടതാണ്.